കാര്യം കൂടി പറയണം. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇപ്പം ഞാൻ അടിസ്ഥാനപരമായിട്ട് പ്ലേയേഴ്സ് ഡെവലപ്മെൻറ്റിൽ വർക്ക് ചെയ്യുന്ന ഒരു കോച്ചാണ്. അപ്പം നമ്മൾ ഇപ്പം നാഷണൽ ടീമിൽ കഴിഞ്ഞ തവണ ഒരു പ്ലെയർ പുറത്തായി, മലയാളി പ്ലെയറാണ്. ഓക്കെ. അപ്പം ഞാൻ ഈ സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെട്ട് ചോദിച്ച്, എന്താണ് കോച്ച്, ആ പ്ലെയർ നല്ല പ്ലെയറാണല്ലോ. അപ്പോൾ അയാൾ പറഞ്ഞു, ആ പ്ലെയർ ടെക്നിക്കലി ഗുഡാണ്, അയാൾ മെൻ്റലി ഫിസിക്കലി ഫിറ്റ് അല്ല എന്നാണ് എനിക്ക് കോച്ചിങ് സ്റ്റാഫുകളുടെ ഇടയിൽ നിന്ന് എനിക്ക് കിട്ടി വരും. നമ്മളിതിനെങ്ങനെയാണ് പഠിക്കേണ്ടത്? അപ്പം നമ്മൾ ഈ കാണുന്ന ടെക്നിക്കൽ ഫിറ്റ് മാത്രമല്ല ഒരു സ്യൂട്ടബിളാണ് പൊസിഷൻ. അവിടെ ഫിസിക്കലി ചലഞ്ച് വലിയ ചലഞ്ചാണ്. അതെ അല്ലേ? നമ്മൾ ഈ പറയുന്ന ഫിസിക്കൽ. അപ്പോൾ ഈ പറയുന്ന എക്സ് എന്ന് പറഞ്ഞ കുട്ടി പുറത്തായിട്ടുണ്ടെങ്കിൽ ആ കുട്ടി ചിന്തിക്കേണ്ട വിഷയമാണ്, എന്തുകൊണ്ടാണ് എന്നെ പുറത്താക്കിയത്. അതെ. നമ്മൾ ഈ കോൺട്രവേഴ്സ്യലായ കാര്യം പോവാതെ നമ്മൾ അതിൽ പ്രൊഡക്റ്റീവായിട്ട് തിങ്ക് ചെയ്യാൻ പറ്റണം. അതെ. കാരണം ഞാൻ പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സിസ്റ്റത്തിനും എന്നെ റിജക്റ്റ് ചെയ്യാൻ പറ്റില്ല. അതെ അതെ മാറ്റി നിർത്താം കുറച്ച് കാലത്തിന് ശേഷം, അല്ലേ? അതിൻ്റെ ക്വസ്റ്റ്യൻസ് വരും, അവിടെ ക്വസ്റ്റ്യൻ വരും. നിങ്ങൾ നിരന്തരം പ്രൂവ് ചെയ്യുമ്പോൾ അവിടെ ക്വസ്റ്റ്യൻസ് വന്നുകൊണ്ടിരിക്കും. ഈവൻ നമ്മൾ വരെ ചോദിക്കും, ആ പ്ലെയർ നന്നായി ചലഞ്ച് ചെയ്യുന്നുണ്ട്, നന്നായി കളിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഇതാരാ പഠിക്കേണ്ടത്? ഇത് പ്ലേയേഴ്സാണ് പഠിക്കേണ്ടത്. നമ്മുടെയൊക്കെ സുഹൃത്ത് ഒരു തവണ നാഷണൽ ടീമിൽ ക്യാമ്പിൽ വന്നിരുന്നു, പുറത്തുപോയി. എന്തുകൊണ്ട് ഞാൻ പുറത്തു പോയി? നിങ്ങൾ ഇതിൻ്റെ കോൺട്രവേഴ്സി സൈഡിലേക്ക് പോവല്ലേ? എനിക്ക് ടീം വരണം. അപ്പോൾ എൻ്റെ ഭാഗം ഞാൻ പഠിക്കുമ്പോഴാണല്ലോ ഞാൻ ഇമ്പ്രൂവ് ആവുന്നത്. അങ്ങനത്തെ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് നമ്മൾ പ്ലേയേഴ്സുമായിട്ട് ബന്ധപ്പെടുമ്പോൾ അത് കാണാനില്ല. അല്ല, അത് ഒന്നാമത് നമ്മുടെ സിസ്റ്റത്തിൻ്റെ ഒരു സിസ്റ്റം, ആ ഒരു എഡ്യൂക്കേഷൻ പ്ലേയേഴ്സിന് കൊടുക്കണ്ട. അവിടെയാണ് നമ്മൾ പറയുന്നത്. നമ്മൾ ഈ പറഞ്ഞ പ്ലേയേഴ്സ് എഡ്യൂക്കേഷനെ കുറിച്ച് നമ്മൾ മുൻ വീഡിയോയിലൊക്കെ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ പ്ലേയേഴ്സിനെ എഡ്യൂക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. അവർക്കൊരു സ്വയം ബോധ്യം വരണം, ഞാൻ ആരാണ്, എനിക്ക് എവിടെയാണ് സെറ്റ് ആകാൻ പറ്റും. ഒരു കോച്ച് നിങ്ങളെ പുറത്താക്കിയാൽ നിങ്ങൾ ഇന്ന് ചിരിക്കണം, ഓക്കെ വെയിറ്റ്, ഞാൻ എൻ്റെ ടൈം വരുമെന്ന് എനിക്ക് ഉറപ്പ് വരണം. ആ ഉറപ്പ് വരണം. എനിക്ക് എന്നെക്കുറിച്ച് വ്യക്തമായ ധാരണ വേണം.